ടെക്നോളജിയിൽ വന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് മുഴുവൻ നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചവരാണ് 85-90 കാലഘട്ടത്തിൽ ജനിച്ച തലമുറയിലുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ തലമുറ. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടാൽ മതി, മനസ്സിലാവും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ടി വി ആഡംബരത്തിൻ്റെ പ്രതീകമായിരുന്നു. അന്ന് ടി വി ഉള്ള വീടുകളിൽ നാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന കാലമാണ്. ടി വി ഉള്ള വീടുകളിൽ ഒരു അഭിമാന സ്തംഭം വീടിൻ്റെ മുകളിലുണ്ടാവും, വടിയിൽ കുത്തിവെച്ച വാരിയല് പോലുള്ളൊരു ആൻറ്റിന. ആ ആൻറ്റിനയുടെ ഉയരം കൂടുന്തോറും ടി വിയുടെ ക്ലിയർ കൂടി വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു, പിന്നീട് കളർ ടി വി ആയി. പിന്നെ ടി വിക്ക് റിമോട്ട് വന്നതൊക്കെ വലിയ സംഭവമായിരുന്നു അന്നത്തെ. ഒരുപാട് വർഷങ്ങളോളം വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് ആൻറ്റിനകളായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ. അതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്നാണ് മാറിയത്. പിന്നീട് നമ്മൾ ISROയിലൊക്കെ കാണുന്ന പോലത്തെ വലിയ കുടകൾ വീടുകളിൽ വന്നു, ഡിഷ്. പക്ഷേ ആ ഡിഷിനും അധിക കാലം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ അതുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ കാണുന്ന പോലത്തെ കേബിളുകൾ വഴിയുള്ള കേബിൾ ടി വികൾ വരാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ഫോണുകളുള്ള വീടുകളും ഇതുപോലെ ആഡംബരത്തിൻ്റെ പ്രതീകമായിരുന്നു, ലാൻഡ് ഫോണുകൾ. 90കളുടെ അവസാനത്തിലോ അല്ലെങ്കിൽ 2000ൻ്റെ ആദ്യത്തിലോ ഒക്കെ ആയിട്ടാണ് എല്ലാ വീടുകളിലേക്കും BSNLൻ്റെ ലാൻഡ് ഫോണുകൾ എത്തിയത്. ചില വീടുകളിൽ മാത്രം കോളറൈഡുള്ള ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു, അതായത് വിളിച്ചത് ആരാന്ന് മനസ്സിലാവുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഡിജിറ്റൽ ഡയറി, വാക്ക്മാൻ, അങ്ങനെ പലതും വന്നു പോയിട്ടോ. ഒരുപാട് കാലം പാട്ടുകൾ കേട്ടിരുന്നത് ടേപ്പ് റിക്കാർഡറും പഴയ ടൈപ്പ് കാസറ്റുകളും ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ. ഈ സംഭവം ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് മാറിയത്. അതായത് VCRും പിന്നെ ഈ പറഞ്ഞ ടേപ്പ് റിക്കാർഡറും കാസറ്റും എല്ലാം കൂടി മാറ്റിമറിച്ചത് ഒറ്റ സാധനമായിരുന്നു CD-ക്കും വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. CD കുറച്ച് കാലം കൊണ്ട് DVD ആയി മാറി. ഈ DVDയും പിന്നീട് പോയിട്ട് പെൻ ഡ്രൈവിലേക്ക് മാറി. 2000ൻ്റെ തുടക്കത്തിലാണ് മൊബൈൽ ഫോണുകൾ വന്നത്. 2005-ന് ശേഷമാണ് ഇത് കുറച്ചുകൂടി പ്രചാരത്തിൽ വന്നത്. പിന്നീട് മുകളിൽ പറഞ്ഞ എല്ലാം മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങി. അത് ഇനി പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അന്നത്തെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജി ചേഞ്ചസിൻ്റെ ഇടയിൽ കുലുങ്ങാതെ നിന്നിട്ട് ഇന്നത്തെ AI കാലഘട്ടത്തിൽ വരെ പിടിച്ചു നിൽക്കുന്ന തലമുറയാണ് ഈ 85-90 കാലഘട്ടത്തിലുള്ളവരുടെ തലമുറ.